നമസ്കാരം. ഇന്ന് ദ വാർ റൂമിൻ്റെ ചർച്ച പോകുന്നത് പേരാവൂർ നിയോജക മണ്ഡലത്തിലേക്കാണ്. 1977 രൂപീകൃതമായ പേരാവൂർ നിയമസഭാ മണ്ഡലം ഇന്ന് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രഥമ പരിഗണന ലഭിക്കുന്ന ഒന്നായി മാറുകയാണ്. അതിൻ്റെ കാരണം അവിടെ സണ്ണി ജോസഫും കെ ശൈലജയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതല്ല. ആരാണ് ഈ സണ്ണി ജോസഫ്? KPCC അധ്യക്ഷനാണ്. KPCC അധ്യക്ഷനെങ്ങാനും അവിടെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖം തന്നെ നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിൻ്റെ മനസ്സിൽ തോൽവി എന്നത് വിദൂരത്ത് പോലും ഉള്ള ഒന്നല്ല. പിന്നെ ആരാണ് കെ ശൈലജ? കെ ശൈലജ എന്ന് പറയുന്നത് നമുക്കറിയാം, മട്ടന്നൂരിൽ നിരവധി വോട്ടുകൾക്ക് ജയിച്ച് മുന്നേറിയ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവിടെ സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുമ്പോൾ തോൽവി അവർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് 140 നിയോജക മണ്ഡലങ്ങളിൽ പ്രഥമ പരിഗണന അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി പേരാവൂർ മാറുന്നത്. പേരാവൂരിലെ വിജയം ആർക്കാണ്? സണ്ണി വക്കീൽ പേരാവൂരിൽ തുടരുമോ അതോ ശൈലജ ടീച്ചർ ഇവിടെ വാഴുമോ? നമുക്ക് ഇന്ന് അന്വേഷിക്കാം, ചർച്ച ചെയ്യാം. എന്താണ് പേരാവൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി? തീർച്ചയായിട്ടും റോജി, പേരാവൂർ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വെച്ച് ഏറ്റവും വലിയൊരു തീപ്പൊരി പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ് പേരാവൂർ. അതിൻ്റെ കാരണം തന്നെ റോജി പറയുകയുണ്ട്. KPCC പ്രസിഡന്റ്, ഇപ്പുറത്ത് ടീച്ചറമ്മ എന്ന് വിളിക്കപ്പെടുന്ന കെ ശൈലജ ടീച്ചർ. ഒപ്പം ശൈലജ ടീച്ചറുടെ ആ ഒരു കടന്നുവരവ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,000-ഓളം ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷം നേടി മത്സരിച്ച് ജയിച്ചു കയറിയ ടീച്ചറമ്മയാണ്, അല്ലെങ്കിൽ ശൈലജ ടീച്ചറാണ് ഇവിടെ പേരാവൂരിലേക്ക് വരുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചരിത്രപരമായിട്ട് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് പരാമർശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. 1977 റോജി പറഞ്ഞതുപോലെ രൂപീകരിക്കപ്പെട്ട ഈ ഒരു മണ്ഡലം, പേരാവൂർ മണ്ഡലം 77 മുതൽ 91 വരെ കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ട തന്നെയായിരുന്നു ഈ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ എക്കാലത്തും ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. 77 മുതൽ 91 വരെ ഈ KP നുറുദ്ദീൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം K കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആയിരുന്നു, അദ്ദേഹം തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് പേരാവൂർ. പിന്നീട് 96-ൽ ഈ കോൺഗ്രസ് എസ്സിലെ ഒരു സ്ഥാനാർത്ഥി അവിടെ LDFന് വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. പിന്നീട് 2001-ൽ AD മുസ്തഫ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വീണ്ടും മണ്ഡലം UDFനായിട്ട് തിരിച്ചുപിടിക്കുന്നു. പിന്നീട് അടുത്തത് 2006-ൽ കെ ശൈലജ ടീച്ചർ ഈ പറയുന്ന AD മുസ്തഫയെ തോൽപ്പിച്ചുകൊണ്ട് LDFനായിട്ട് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. ഓർക്കുക, ആ ഒരു ഘട്ടത്തിൽ 9,000-ഓളം ഭൂരിപക്ഷത്തിനാണ് ശൈലജ ടീച്ചർ പേരാവൂർ മണ്ഡലം LDFനായിട്ട് തിരിച്ചുപിടിക്കുന്നത്. ഈ ശൈലജ ടീച്ചർ മണ്ഡലത്തിന് അപരിചിതയായിട്ടുള്ള വ്യക്തിയല്ല. കാരണം ഈ പേരാവൂർ ഇരിട്ടിക്കടുത്താണ് ശൈലജ ടീച്ചറിൻ്റെ ജന്മദേശം. അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ അവർ നടത്തിയത് പേരാവൂർ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ പേരാവൂർ എന്ന് പറയുന്നത് ശൈലജ ടീച്ചറിൻ്റെ ഒരു ജന്മദേശം കൂടിയാണ്. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം, 2011, 16, 21 കാലഘട്ടത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് കൃത്യമായിട്ടുള്ളൊരു വിജയം നേടുകയുണ്ടായി. 2011-ൽ ഓർക്കുക, ഈ പോരാട്ടം നടന്നത്, ഇപ്പോൾ പോരാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശൈലജ ടീച്ചറും ഈ സണ്ണി ജോസഫും തമ്മിലായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അവർ നടത്തിയ പോരാട്ടത്തിൽ സണ്ണി ജോസഫിന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം 3000-ഓളം വരും. ഇനി 2016-ലേക്ക് വരികയാണെങ്കിൽ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിനോയ് കുര്യൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിന് എതിരെ സണ്ണി ജോസഫിന് നേടാൻ സാധിച്ചത് ഏകദേശം 7000-ഓളം വരുന്ന ഭൂരിപക്ഷമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് റോജി. അതായത് 2021 എത്തിയപ്പോഴേക്കും അവിടെ LDF തരംഗം ആഞ്ഞടിച്ചിരുന്നു 2016-ലും 21-ലും. പക്ഷേ 21 എത്തിയപ്പോഴേക്കും ഈ 7000 എന്ന് പറയുന്ന സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം 2021-ൽ ഏകദേശം 3000 അറൗണ്ട് അതിലേക്ക് കൂപ്പുകുത്തിക്കുവാൻ CPM കാൻഡിഡേറ്റ് ആയിട്ടുള്ള സക്കീർ ഹുസൈന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷം സണ്ണി ജോസഫിൻ്റെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടൊരു കോൺഗ്രസ് കോട്ട തന്നെയാണ് ഈ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം. ആ ഘട്ടത്തിൽ ശൈലജ ടീച്ചറിൻ്റെ ആ ഒരു വരവ്, നമുക്കറിയാം ടീച്ചർമാർ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോലും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി എന്ന് പറയുന്ന ആ തലയെടുപ്പുള്ള ജനകീയ നേതാവ്, വനിതാ നേതാവ് അവിടേക്ക് കടന്നു വരുമ്പോൾ സണ്ണി ജോസഫിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്. അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുമ്പോൾ ഒരു ഫേസ് ഉയർത്തി കാണിക്കാനുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ആ ഫേസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ കെ ശൈലജ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തോളപ്പമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അത്രത്തോളം വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം, നമ്മളുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്, ആരോഗ്യ സമ്പ്രദായം എന്ന് പറയുന്നത് കൂപ്പുകുത്തി പോകാൻ പറ്റുന്ന ഒന്നായിരുന്നു നിപ്പ, അതേപോലെ കോവിഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് സമയങ്ങളിലും കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നു. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തത്രയും രീതിയിലുള്ളതായിരുന്നു. അവർ വരികയും എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുകയും, അതായത് ഇപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയാണ് ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ നിങ്ങളുടെ ആകുലതകൾ പരിഹരിക്കാം എന്ന് ജനങ്ങളോട് പറഞ്ഞു തന്ന ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ കൽപ്പിക്കപ്പെടുന്ന കെ ശൈലജ വരുമ്പോൾ സണ്ണി ജോസഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ 3147 എന്ന് പറയുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ
വളരെ പെട്ടെന്ന് തന്നെ ടീച്ചറിന് കടന്നുകൂടാൻ കഴിയും. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2006 ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലമല്ല 2011 തോറ്റ മണ്ഡലം. അപ്പോൾ 2011 തോറ്റ മണ്ഡലത്തിലാണ് ഇന്ന് ശൈലജ ടീച്ചറും അതേപോലെ സണ്ണി ജോസഫും 15 വർഷത്തിന് ശേഷം മത്സരിക്കുന്നത്. 2008 വിഭജനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ CPM-ന്റെ ഉറച്ച പല കോട്ടകളും വിട്ടുപോവുകയും കോൺഗ്രസിൻ്റെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ വോട്ടുകൾ നഷ്ടപ്പെടുകയും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ചരിത്രപരമായ ഒരു മത്സരം നടക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും അത് കറക്റ്റാണ്. കാരണം 15 വർഷത്തിന് ശേഷം വീണ്ടും സണ്ണി ജോസഫ് വേഴ്സസ് ശൈലജ ടീച്ചർ എന്നൊരു പോരാട്ടത്തിനാണ് പേരാവൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഈ കഴിഞ്ഞ 2011 മുതൽ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത് 4ാം തവണയാണ് സണ്ണി ജോസഫ് പേരാവൂരിൽ വീണ്ടും ജനവിധി തേടുന്നത്. അതിനാൽ തന്നെ കൃത്യമായിട്ടൊരു ജനകീയ അടിത്തറ അവിടെ രൂപപ്പെടുത്തിയെടുക്കുവാൻ സണ്ണി ജോസഫിന് സാധിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പറയുന്ന പേരാവൂർ മണ്ഡലത്തെക്കുറിച്ചൊന്ന് അല്പം കൂടി ഒന്ന് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇരിട്ടി ഉൾപ്പെടുന്ന ഒരു ഇരിട്ടി മുനിസിപ്പാലിറ്റി, ഒപ്പം തന്നെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, ആറളം, കൊട്ടിയൂർ പോലുള്ള മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ച ഘട്ടത്തിൽ ഈ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF-ന് ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 23,000 23,000 അതിൽ എടുത്തു പറയേണ്ടത് പേരാവൂർ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏകദേശം 158ഓളം ബൂത്തുകളാണുള്ളത്. അതിൽ 125ഓളം ബൂത്തുകളിലും മുന്നേറ്റം കാഴ്ചവെക്കുവാൻ UDF-ന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഈ 9 തദ്ദേശ സ്ഥാപനങ്ങളിൽ 8 കാര്യമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെക്കുവാൻ, ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരുവാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് സാധിച്ചു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പോലും അവിടെയും കാര്യങ്ങൾ UDF-ന് അനുകൂലം തന്നെയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏകദേശം 12,000-ഓളം വരുന്ന ഒരു ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേടിയെടുക്കാൻ സാധിച്ചു. അതുതന്നെയാണ് സണ്ണി ജോസഫിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല സണ്ണി ജോസഫ് ഇത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെയുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ അദ്ദേഹത്തിന് വളരെയേറെ കൂടുതലാണ്. അതായത് ഒരു വിവാഹമാകട്ടെ, മാമോദീസമാകട്ടെ എന്ന് വേണ്ട എന്ത് പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞാലും സണ്ണി ജോസഫിനെ വിളിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ ഇടയിൽ നല്ല ഒരു അടുപ്പം സണ്ണി ജോസഫിനുണ്ട്. ആ വോട്ടുകളെല്ലാം തന്നെ തനിക്ക് കിട്ടും എന്ന വലിയൊരു ധൈര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഒരു UDF അനുകൂല കാറ്റ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കൊടുങ്കാറ്റായി മാറുകയാണെങ്കിൽ ഉറപ്പായും സണ്ണി ജോസഫ് അവിടെ വിജയിച്ചിരിക്കും. പക്ഷേ ഈ പേരാവൂരിൻ്റെ മലനിരകൾ കൊണ്ടൊക്കെ അതിനൊന്ന് തടയിടാൻ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന് തന്നെയാണ് പ്രധാനമായി എനിക്ക് തോന്നുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ഈ 2 സ്ഥാനാർത്ഥികളോടും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ടിങ്ങിൽ നിന്ന് വളരെ വ്യക്തമാണ് സണ്ണി ജോസഫ് വല്ലാത്തൊരു വലിയ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾ തമ്മിലൊരു സൗഹൃദ മത്സരമാണ് എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. മറു സൈഡിൽ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ 2006 താൻ ഈ മണ്ഡലം പ്രതിനിധീകരിച്ചപ്പോൾ താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് ചെയ്ത കാര്യങ്ങൾ, ഈ ആറളം പാലം പോലുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള പല പദ്ധതികളെക്കുറിച്ചും ശൈലജ ടീച്ചർ പ്രത്യേകം എടുത്ത് പരാമർശിക്കുകയുണ്ട്. അതിനാൽ തനിക്ക് വീണ്ടും ഒരു അവസരം തരണം. ഈ നാടിനെക്കുറിച്ച്, തൻ്റെ ജന്മദേശത്തെക്കുറിച്ച് തനിക്ക് കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസം മേഖല, കായികപരമായിട്ടുള്ള, കാരണം നിരവധി ഈ കായിക മേഖലയിൽ വളർന്നു വരുന്ന നിരവധി പ്രതിഭകളൊക്കെ ആ മേഖലയിലുണ്ട്. ഈ മലയോര മേഖലയാണ്, കുടിയേറ്റ മേഖലയാണ്. അപ്പോൾ അതിനാൽ തന്നെ കായിക മേഖലയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, വികസനവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തൻ്റെ പക്കലുണ്ട്. അതിനാൽ തനിക്ക് വീണ്ടും ഒരു അവസരം നൽകണമെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. ഇനി അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ CPM അണികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മട്ടന്നൂരിൽ 60,000-ഓളം ഭൂരിപക്ഷം നേടിയ ശൈലജ ടീച്ചറിനെ വീണ്ടും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന പേരാവൂർ മണ്ഡലത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാനുള്ളൊരു ബാധ്യത CPM അണികൾക്കുണ്ട്. നമുക്കറിയാം ശൈലജ ടീച്ചറിന് ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് വിട്ടതാണ് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ. പക്ഷേ അവിടെ വിജയം നേടുവാൻ ശൈലജ ടീച്ചറിന് സാധിച്ചില്ല. അതിനാൽ തന്നെ ആ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒതുക്കിയതാണോ എന്ന രീതിയിലുള്ള ചോദ്യം പ്രതിപക്ഷം പിന്നെ ആരോപിക്കുന്ന ഒരു കാര്യം, ശൈലജ ടീച്ചർ ചാവേറാണ് എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ പറയുകയും ചെയ്യും, ഞാൻ അങ്ങനെ ഒരു ചാവേറല്ല, എന്നെ പാർട്ടി ഏൽപ്പിച്ചത് വലിയൊരു ചലഞ്ചാണ്, ആ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും വിജയം ആരുടെ ഭാഗത്ത് എന്നുള്ളത് എപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വനിതാ വോട്ടർമാരുടെ വലിയൊരു സാന്നിധ്യം, വനിതാ സ്ഥാനാർത്ഥിയാണ്. അതിനാൽ തന്നെ ആ രീതിയിൽ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ ശൈലജ ടീച്ചറിന് ഒരുപക്ഷെ സാധിച്ചേക്കും. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മേഖല. നമുക്കറിയാം ആ മേഖല എന്ന് പറയുക ആറളം, വന്യമൃഗ ആക്രമണങ്ങൾ നിരവധി നടക്കുന്ന ഒരു പ്രദേശം, കൊട്ടിയൂർ പോലുള്ള പ്രദേശം. അപ്പോൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കാർഷിക വിഷയങ്ങൾ, ഒപ്പം നമുക്കറിയാം ക്രൈസ്തവ സഭകൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്വാധീനം ഈ പേരാവൂർ മണ്ഡലത്തിലുണ്ട്. കുടിയേറ്റ മണ്ണാണ്. അപ്പോൾ കുടിയേറ്റ കർഷക ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ, സാമുദായികമായിട്ടുള്ള പല വിഷയങ്ങൾ, ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കാര്യം ഈ സണ്ണി ജോസഫിന് കൃത്യമായിട്ടുള്ള ജനകീയമായിട്ടുള്ളൊരു അടിത്തറയുണ്ട്. പക്ഷേ ഈ ശൈലജ ടീച്ചറിൻ്റെ ആ ഒരു തലയെടുപ്പ് കൊണ്ട് അതിനെ മറികടക്കാനുള്ള
ഒരു നീക്കം തന്നെയാണ് CPM അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ വളരെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകാൻ സാധിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണ വേലയിൽ അവർക്ക് ലഭിച്ചൊരു മേൽക്കൈ എന്ന് പറയുന്നത് KPCC പ്രസിഡന്റിനെ ആ മണ്ഡലത്തിൽ തളച്ചിടുവാൻ അവർക്ക് ശൈലജ ടീച്ചറിനോട് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇപ്പോൾ KK ശൈലജ ടീച്ചർ ഒരു പക്ഷേ അവിടെ വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ തോറ്റു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരെയും മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, എണ്ണയിട്ട യന്ത്രം പോലെ എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്തം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ തോക്കുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല സണ്ണി ജോസഫ് എന്ന് തന്നെ നമുക്ക് കരുതാം. എന്നാലും എനിക്ക് തോന്നി പേരാവൂരിൽ ആര് ജയിച്ചാലും ഒരുപക്ഷെ ഒരു മന്ത്രിനെ പേരാവൂർ കിട്ടും. സണ്ണി ജോസഫ് ജയിച്ച് UDF അധികാരത്തിൽ വന്നാൽ ആൾ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ശൈലജ ടീച്ചറിന് മറ്റൊരു അവസരം കൂടി ലഭിക്കാൻ സാധ്യത. നമുക്കിനി എടുത്തവരുടെ ഒരു BJP-യുടെ കാര്യം കൂടി ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ BJP കാൻഡിഡേറ്റ് പൈലി വാദിയാട്ട് എന്ന് പറയുന്ന DJS-ന്റെ കാൻഡിഡേറ്റ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ BJP-ക്ക് ഒരു 10,000 അതിന് താഴെയാണ് അവരുടെ ഒരു വോട്ട് ഷെയർ എന്ന് പറയുന്നത്, ടോട്ടൽ വോട്ട്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ കാര്യമായിട്ടുള്ള ഒരു പോരാട്ടം നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ BJP-ക്ക് പേരാവൂർ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ല. എങ്കിലും 2021 നോക്കുകയാണെങ്കിൽ 6.44% BJP-യുടെ വോട്ട് എന്ന് പറയുന്നത്. അത് സ്മിത ജയമോഹനായിരുന്നു മത്സരിച്ചത്. 9,155 വോട്ടുകളായിരുന്നു അവർ സ്വീകരിച്ച. അതൊരു സ്റ്റഡി ആയിട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുന്നു. എനിക്കൊന്ന് അടുത്ത കാലത്ത് ഏതൊരു തെരഞ്ഞെടുപ്പിൽ എനിക്കൊന്ന് 4,000-ലേക്കൊക്കെ അവരുടെ വോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക്. അപ്പോൾ BJP-ക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് എങ്കിൽ പോലും അവർ മത്സര രംഗത്തുണ്ട്. പക്ഷേ ഒരു മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നത്, ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫ് വേഴ്സസ് അവിടെ ശൈലജ ടീച്ചർ തന്നെയാണ്. അവിടെ ആർക്കാണ് കൃത്യമായിട്ടുള്ള എഡ്ജ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ ശൈലജ ടീച്ചർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിൽ കോൺഗ്രസിനെ എഴുതി തള്ളാവുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. എന്തായാലും മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ദ വാർ റൂം ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.